അതെ അതെ. ഇപ്പൊ കണ്ണപ്പി എന്ത് പറ്റി? ലാസ്റ്റ് ഓസ്ട്രേലിയയിലാണ് നീ ഇവിടെ വന്നത്. ലാസ്റ്റ് ഓസ്ട്രേലിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ 2 സോറി പറയാനും ലാസ്റ്റ് 2 സിറ്റുവേഷന്. കണ്ണാപ്പി അന്ന് ഞാൻ അറിഞ്ഞൂടാ കേട്ടോ. കണ്ണു എന്തോ പറയണത് സംസാരിക്കാം. ഇത് നമ്മുടെ ഗ്യാങ് ഹൗസോ ഗേവിയുടെ ഗ്യാങ് ഹൗസ്? രാത്രി ഇത്ര സംസാരിക്കാനൊക്കെ പറഞ്ഞു. നമ്മുടെ ഉണ്ടോ? കാറിൽ വിളിച്ചാ കാറിൽ ഇപ്പൊ വരൂലേ ഇങ്ങോട്ട്? ആ അത് ശരിയാ ശരിയാ ശരിയാ. അപ്പാപ്പനെ കൂടെ വിളിച്ചോ കേട്ടോ. ഹലോ, കാറിൽ എവിടെ ഉണ്ട്? ഇവിടെ മുതുക്ക് ബീച്ചിലുണ്ട്. ഞാൻ വീട്ടിലുണ്ട്, ഇങ്ങോട്ട് വരുവോ? ആ വരാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, വാ വാ വാ. നിങ്ങളുടെ ഗ്യാങ് ഹൗസിന് അകത്ത് എറിയാണ് നമ്മൾ ഇരിക്കുന്നത്. മേലെ കാറിലുള്ള റൂമിൽ ഗെയിമിംഗ് പീസി ഇരിപ്പുണ്ട്, പോയി നോക്കിയാലോ? വാ. ഇത് കാറിലുള്ള റൂമല്ല, ഇത് ബാൽക്കണി. അതെ, ഇവിടെ ഇവിടെ ഇവിടെ. അയ്യോ, ഇത് സെർവറാണ്. സുമതിയുടെ റൂം കാണാം അവിടെ. ഇത് സുമതി അമ്മ സിനിമാറ്റിക്സ് ചെയ്യുന്ന റൂമാണ്. സുമതിയുടെ റൂം ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച്. കാറിലൂടെ റൂം എടുത്ത് കളഞ്ഞാടാ. കാറിലൂടെ റൂം എടുത്ത് കളഞ്ഞോ? ഇവിടെ ഇല്ല ഇപ്പൊ അത്. ഇവിടെ ഇപ്പൊ അങ്ങനെ റൂമില്ലേ? ഇവിടെ വേലി വാ. ഇവിടെ ഈ മാർക്ക് ഓ എന്താ സെറ്റപ്പ് അല്ലേ? ജോക്കിക്ക് ഏത് ഗെയിം വേണം? നമുക്ക് എടാ ഇത് എത്ര സ്ക്രീനാണോ ഇവന്? കൊറേ ഉണ്ട് കേട്ടാ. എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കണ. ഇതില് ഏതിന് ഇവന് മറ്റേ ചുമന്ന ബട്ടണൊക്കെ ഉണ്ടല്ലേ? അല്ല മറ്റേ ഗോൾഡൻ ബട്ടണൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഗോൾഡൻ ബട്ടൺ വരുമ്പോഴും കൂടെ എന്റെ പേരൊന്ന് എഴുതിയേക്കണേ. പിന്നെ അല്ലാതെ അതെ, അത് ജോക്കിയുടെ പേര് മാത്രല്ല ഉണ്ടാവുള്ളൂ അതില്. അപ്പൊ പിന്നെ എടാ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ഏത് ഇമോട്ടാണടാ? ഇത് R3 കാലിബർ ആണോ കിടക്കുന്നേ? ജോക്കി ഇതിൽ നോക്കിയിട്ട് ജോക്കി നേരെ വന്നിട്ട് കിക്കില് ഈഗിൾ ഗെയിമിംഗ് എടുത്തിട്ട് നേരെ നോക്കിയേ. ടൈപ്പ് അത് നോക്കിയാന്ന്. കണ്ട് കേട്ടോ. അത് കൊള്ളായിരുന്നു കേട്ടോ. നല്ലതായിരുന്നത്. അതാണ് നമ്മളെല്ലാം ഇവിടെ തുടങ്ങിയത്. ഇനി വീട് അതിക്രമിച്ച് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നാലും ഇവിടെ ബെഡ് ഇരിക്കാം. സൈറ്റ് മാറിപ്പോയതാ. ഹലോ, എന്റെ റൂമില് സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരുന്നു, അതില് കളിക്കായിരുന്നല്ലോ. ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഞാൻ അതിരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടായ നമ്മളൊന്ന് അതിക്രമിച്ച് കയറിയപ്പം എന്റെ പൊന്നെ മനുഷ്യൻ, നിങ്ങൾ ടെർമിനേറ്ററിനെ കറങ്ങി നിൽക്കാതെ അനങ്ങി നീ അടിച്ചു പോയില്ലോ എന്ന് അറിയത്തില്ല. ഒരു ഡാൻസ് കളിക്കട്ടെ? അല്ല പിന്നെ നിങ്ങളുടെ ടർഫ് നടന്നില്ലെന്ന്? അങ്ങനെ നടത്തില്ല. ഇതിനിപ്പോ മറ്റേതായിട്ട് മറ്റേ PUBG BC ആയിട്ട് കൊളാഷ് ആവാണെന്നാണ് ചെയ്തത്.
സത്യം അതാണ് ഞങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. എന്നിട്ട് നാളെ പോയി ബാക്കിയുള്ള സെറ്റപ്പ് ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും സെർവർ 2 ദിവസം സ്റ്റേബിൾ ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ അപ്പം എന്തായാലും നമുക്ക് ആ ടൂർണമെന്റ് ഒക്കെ തീർക്കാം. നാളെ തീരാൻ തോന്നില്ല, മിക്കവാറും തീരൂല. അതെ 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 അതെ. നമുക്ക് അതെങ്കിലൊക്കെ നടക്കട്ടെ. അതെ. ഇതെപ്പോഴും സമയം എപ്പോഴും രാത്രി അല്ലേ? രാത്രി 9:30 കുറച്ച് നേരത്തെ വരാം. 9:30 നമുക്ക് തുടങ്ങാന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഇതിന്റെ ഇതൊക്കെ സെറ്റായി, മറ്റേ എന്താ പറയാ മാപ്പും കാര്യങ്ങളും. ഓൾ സെറ്റാണ്. ഞാൻ കാറിലേക്ക് ഇതിന്റെ പോസ്റ്റർ തന്നില്ലായിരുന്നു. ഞാൻ ഇറങ്ങിയതിന് ശേഷം അതിന്റെ അപ്പുറത്തെ സൈഡിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ 1 ലക്ഷത്തോളം പ്രൈസ് പൂൾ ഉണ്ട്. പിന്നെ വലിയ ഒരാളുടെ ചാനലില് സ്പെക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അതാരെ? പിന്നെ ഭയങ്കര വലിയ ആളാണ്, വലിയ ആളാ. അതാരാ? ഈഗിൾ ഗെയിമിംഗ് പേര്. വലിയ സ്ട്രീമറാ. പിന്നെ കിടല. അപ്പൊ മറ്റേ കമന്ററി ഒക്കെ ഒറ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവില്ലേ, കമ്പനി കാര്യങ്ങളൊക്കെ വിളിക്കണ്ടേ? പുള്ളിയെ നമ്മളങ്ങ് പർച്ചേസ് ചെയ്തു. ജോക്കിയണ്ണൊക്കെ വിളിക്കും. ജോക്കിയണ്ണൊക്കെ ഉണ്ടെങ്കിൽ വിഷയമായിരിക്കും. അല്ലെങ്കിൽ മറ്റേ കമന്ററിക്ക് ജോക്കി വരണോ കേട്ടാ. അതൊന്നുമില്ല, ഘോരം മനസ്സിലായില്ലേ? അതൊരാതെ നിങ്ങളുടെ ഈ ടീഷർട്ടിനകത്തിരിക്കുന്നത് പൂച്ചയാണോ കുറുക്കനാണോ പട്ടിയാണോ? കൊള്ളാം കേട്ടോ. നമ്മള് ഇതന്നെ ഇത് മൊത്തത്തില് തല്ലി പൊളിച്ചിട്ട് ഒരു പുതിയത് വരുന്നുണ്ട്, പുതിയ ഇറക്കത്തുണ്ട്. കൊള്ളാം മോനെ കൊള്ളാം. നിനക്കൊരു വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് ബുദ്ധിപരമായും കായികപരമായും എല്ലാ രീതിയിലും നിനക്കൊരു മാറ്റം നിനക്കൊരു കാര്യം. ഞാൻ മേയറിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞതിപ്പോ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ വാസുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞതോ. അത് എടാ മോനെ നിനക്ക് ഇപ്പൊ ഈ അല്ല ഈ മേയർ ആയാലും എന്താണ് ഉപകാരം? എന്താണ് ഇപ്പൊ പല പല ഉപകാരങ്ങളല്ലേ അപ്പാപ്പാ. നീ ടെർമിനേറ്റർ അടിച്ചു പോയോ? ജോണിയോനെ. അപ്പൊ ഞാൻ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർലോ ക്ഷീണം ഉണ്ടോ? മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ട് നിനക്ക്. അതുകൊണ്ട് ഡ്രാമ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് വർക്കാവൂലേ? ഞാൻ ഇപ്പഴേ അങ്ങനല്ല. അപ്പൊ മോനെ അതെന്താ അറിയോ കാർലോ, ഈ വഴി കണ്ട രണ്ടുപേരെ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൊടുത്ത് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വന്ന ആ ഒരു ഇതിൽ നിൽക്കുക പുള്ളി ഇപ്പോഴും. അങ്ങനല്ല എടാ കാർലോ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേയർ നിൽക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങോട്ട് വാ. ഈ മേയർ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ 10-35 പേരുടെ ആ ഒരു ഒത്തൊരുമ നമുക്ക് വേണം കേട്ടോ. ഈ കുടുംബത്തിൽ മൊത്തം വേറെ ആരെ നോക്കുന്നു? അപ്പുറത്ത് ആരെ വോട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ തരണം അത്. അതത്രേ ഉള്ളൂ. എന്തുവാല്ലേ നിങ്ങളുടെ കാരണം നീ പുള്ളി ഭയങ്കര പ്രതീക്ഷയിലാണ് ജയിക്കും എന്നുള്ള. ഞാനും അല്ല എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്കും പ്രതീക്ഷയില്ലാഴികയില്ല. പക്ഷെ എന്താണെന്നറിയോ, എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണല്ലോ. ഇൻ കേസ് തോറ്റാൽ ഉള്ള ഓറ മൊത്തം പോവും. അപ്പൊ നമുക്ക് എന്തായാലും 35-70 പേരെ ഇവിടെ കൊണ്ടുവരാന്ന്, ഒറ്റ ദിവസം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടാസ്ക് ആണ്, അറിയാലോ. അതിന്റെ കൂടെ മറ്റേ ഇവിടെ ഉള്ളവർക്കേ 1 കോടി രൂപ വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കുറെ പേരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ജയിച്ചു കഴിഞ്ഞാല് പിന്നെ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷനിൽ ഇറങ്ങുന്ന കുറെ വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ജംഗ്ഷനിലെ വാഗ്ദാനം ഓക്കെ, അതൊക്കെ അവന്മാര് നമ്മുടെ അടുത്ത് പറയുമല്ലോ ഉള്ളു വോട്ട് ചെയ്തു എന്ന്. അതിന് തെളിവില്ലല്ലോ. നമുക്ക് അഷ്യൂർഡ് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ എന്തുവാ ഞാൻ വരുമ്പോ നിർത്താൻ വേണ്ടിട്ട് നിങ്ങൾ ജോക്കി ഞാൻ പറഞ്ഞേ, ജോക്കി മുന്നിന്ന് കളിച്ചേ, ഞാൻ പിന്നീന്ന് കളിച്ചോളാം. ജോക്കി ചെല്ല്, ജോക്കി മുന്നിന്ന് കളിച്ചേ, ഞാൻ പിന്നീന്ന് കളിക്കാം. ജോക്കി മറ്റേ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, മറ്റേ പോസ്റ്റർ കൊടി ഇതൊക്കെ നാട്ടണ്ടേ. ഇതിനൊക്കെ പിള്ളേരെയൊക്കെ വൈകുന്നേരം ഞാൻ പിന്നീന്ന് കളിക്കാം. ഇതിനെ പറ്റിയത് അയാമ ഡിസ്കോ ഡാൻസ് ആയിട്ടോ. ഇലക്ഷൻ ജയിച്ചോ?
ഈ കോമഡി കൊണ്ടൊക്കെ ഒരിക്കലും ജയിക്കാൻ പോകില്ല. അല്ല ഇത് ഞാൻ നിന്റെ മുന്നിൽ നിന്റെ നിലവാരത്തിനകത്തൊരു കോമഡി ഈ കോമഡി കൊണ്ടത് ഒരിക്കലും ജയിക്കാൻ നിന്റെ പോകില്ല. നിലവാരത്തിനകത്തൊരു കോമഡി അത്രേ ഉള്ളൂ. ഈ എന്തോ പൂവും കായും പറിച്ചു തുടങ്ങി നീ വരാ ജുഗുരു വന്നു. ഇതെന്നാ ഇലക്ഷൻ അപ്പൊ? ഞാൻ തീരുമാനിച്ചില്ല. ഇലക്ഷൻ ഇവിടുത്തെ ഈ സിറ്റിയിലെ ആൾക്കാർ പോലും തീരുമാനിച്ചില്ല. പുള്ളി ഇപ്പോഴേ ക്യാമ്പയിൻ തുടങ്ങി. ഞാൻ അല്ലല്ല ഉടനെ വരും പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞോ? അല്ല അത് പറഞ്ഞു, പക്ഷെ അത് വരും, കുറച്ച് സമയം എടുക്കും. വരും. എന്റെ അഭിപ്രായത്തിൽ ഈ ടർഫ് വരാൻ തന്നെ 2 ആഴ്ച പിടിക്കും. അതും കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് അതാ മനസ്സിലാവാത്ത ഇത് എന്താണ് ഈ ടർഫ് എന്താ ഇന്ന് മാറ്റി വെക്കാനുള്ള കാരണം? ടർഫ് വെച്ചാല് ഇവിടെ ഇതിന്റെ IPL മുകൾക്കുള്ള സാമാനത്തിലോട്ട് അടിക്കുക പറഞ്ഞു ഇവര്. ഒരു ഗ്യാങ് ഹൗസ് വരുമ്പോ മജിദ് അവരൊക്കെ നിക്കുന്നുണ്ടോ? ആടേണ്ട പ്രായമല്ലേ ജോക്കി, പഴക്ക് പറയും. പിന്നെ ഞാൻ സ്വീറ്റ് പറ ടർഫ് ടർഫ് എന്തോ IPD മുകൾക്കുള്ള അവരുടെ സെർവർ എന്തോ അടിക്കുന്നത് പറഞ്ഞു. അത് IP പറ്റിയിട്ട് കാര്യമില്ല അത്ര. അതൊന്നും അല്ല കാർലോ. സത്യം എന്താന്ന് വെച്ചാ ഈ IP ഇവിടെ കിട്ടുന്നവന് ഈ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത് ഏതോ ഒരുത്തനാണ് കള്ളൻ. മനസ്സിലായ? പ്രൈവറ്റ് IP വരെ എങ്ങനെയാണ് ചിരിക്കുന്നത്? നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കണത് തന്നെയാണ് കള്ളൻ. ഇവരെയൊക്കെ പിടിക്കാനാണ് പാട്. ഇത് ഏതവരാണെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ നമുക്ക് ഇന്ന ആൾ ഇതിനകത്തുള്ള ഒരുത്തൻ തന്നെയാണ് ഇത് വെച്ചടിച്ച് കേട്ടിക്കൊണ്ടിരിക്കണത്. അപ്പോ മറ്റേ മെയിൻ സെർവറിനപ്പൊ എന്ത് എങ്ങനെ ആയിരിക്കും? അത് തന്നെയാണ് ഞാൻ പറയണത്. അതാ അപ്പാപ്പ ഫയർവാൾ ഇടാൻ കൊടുത്തേക്കുന്ന പുള്ളിയാണ് ഡീലോസ് അടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്തിട്ടും പുള്ളി അതിന്റെ മുകളിൽ അടിക്കണ്. അങ്ങേർക്ക് ഇനി വീടൂടെ ഉള്ളു വിൽക്കാൻ. ഇതിന് ഒരു വിധിയില്ലല്ലേ? ഇല്ല ഞാൻ പറയാം. ഇല്ല എനിക്ക് ഉറപ്പാണ് ഈ നമ്മുടെ ഈ ഇതൊക്കെ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് മറ്റേ സെക്കൻഡറി ടർഫിന്റെ IP ഒക്കെ വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ആള്. ഇവിടെ തന്നെ ഉള്ളവനായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രഹസ്യം സൂക്ഷിച്ചൊരു സാധനം പുറത്തു പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് പറഞ്ഞു അതിന്റെ മുകൾക്കുള്ളതിനെ അടിക്കുന്നത്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാനാ? ഇതിപ്പോ നാളെയും നമുക്ക് തോന്നില്ല. ഇനിയിപ്പോ ഇതാ അവസ്ഥയില് ഇതിപ്പോ തുടങ്ങുന്നുള്ളൂ. അപ്പോഴേക്കും അടിച്ചേക്കല്. അതുകൊണ്ടല്ലേ ഞാൻ ഈ സിറ്റിക്കകത്തൊരു ടൂർണമെന്റ് വെക്കാതെ ഞാൻ വെളിയിലത്തെ ആദ്യം പ്ലാൻ ചെയ്തത്. നന്നായി. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഇവിടെ സിറ്റിക്കകത്ത് ഒരു മറ്റേ ഇത് നടത്താനായിരുന്നു. എനിക്കറിയാം ഇത് ഇവിടെ നടത്തുമ്പോ അടപടലം അടി കിട്ടുന്നത് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മള് വെളിയിലെടുത്തത്. ഇതാവുമ്പോ അടിച്ചിടാൻ പറ്റില്ല പരിപാടി. എന്റെ അമ്മോ, ഇതാവുമ്പോ മറ്റേ ക്രാഫ്റ്റിന്റെ അവിടെ ആരോ പോണം. ഈ IP വൈറ്റ് ലിസ്റ്റിംഗ് ഒന്നും ചെയ്തവനൊന്നും നടക്കൂലല്ലേ? എന്തായാലും IP കാണുമല്ലേ? ഇല്ല, IP വൈറ്റ് ലിസ്റ്റിംഗ് വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ തോന്നുന്നു. പണ്ട് അങ്ങനെ എന്തോ നോക്കിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടെ മറ്റേ റേജിന്റെ മറ്റേ ഗ്രാൻഡ് ആർപ്പി അതുപോലത്തെ എന്തെങ്കിലും സ്ഥാനത്തോട്ട് പോകണം. അതായത് ഇതിന്റെ അങ്ങനെ പോവാം. പക്ഷെ അപ്പാപ്പനെ നമ്മള് ആരെങ്കിലും ഒരാളുടെ വീട്ടിൽ നിർത്തണം. അല്ല അയ്യോ അങ്ങനല്ല. അവർക്കൊന്നും വരാത്ത എന്താ? റേജിനൊക്കെ അടി വരുന്നുണ്ട് ജോക്കി. റേജിനൊക്കെ അടി വരുന്നുണ്ട്. അല്ല ഗ്രാൻഡ് ആർപി ഒന്നും അതൊക്കെ അടി വരുന്നുണ്ട് ജോക്കി. അത് ഹോസ്റ്റിന്റെ ജോക്കിയോ എടുത്തേക്കുന്ന ഹോസ്റ്റിന്റെ. അവർക്ക് അത്ര റവന്യൂ ഉള്ളതുകൊണ്ട് അവർ അത്രയും സ്പെൻഡ് ചെയ്യും ഹോസ്റ്റിലൊക്കെ. നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ. അതാണ് പ്രശ്നം. അവർക്ക് സ്പെൻഡ് ചെയ്ത് അപ്പാപ്പന്റെ വീട് പോകും. ഓരോ സംശയമില്ല. അതാ പറഞ്ഞേ പുള്ളിയെ നമ്മളെ ഒന്ന് ഇവിടെ എന്റെ വീട്ടിലെല്ലാം നിർത്തി ഞാൻ എറണാകുളത്ത് നിന്നിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യണം, സെർവർ കാര്യങ്ങളൊക്കെ. അതേ നടക്കുള്ളൂ. ഇനി ലാസ്റ്റ് ഓപ്ഷനാ. എന്തോ പുള്ളിയെ ഞാനൊരു കാര്യം പറയട്ടെ കാർലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നതിന് ശേഷം എൻ്റെ ഒരു അറിവിൽ ഒരു 2 വാറും ഒരു പ്രീ വാറിലും മാത്രമാണ് ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളത്. സത്യം കേട്ടോ. അങ്ങനെ മനുഷ്യനെ ഞാൻ കണ്ടിട്ട് ഇന്നലെ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വരും ഇന്ന് ഗ്യാരണ്ടി ആയിട്ട് വരും. നോക്കിയ വൈകുന്നേരം 7 മണി എന്നൊരു സമയം കൊണ്ട് വരും എന്നാണ്. അതിനുശേഷം കമ്പാക്ക് എടുക്കും വൈറ്റില്. ഇനി ഡെയിലി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. സെർവറിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല നമ്മള്. ഇനി പുള്ളി വരാതിരിക്കാൻ പുള്ളിക്കാരൻ തന്നെ അടിക്കുന്നതാണ്. അങ്ങനെ ചിന്തിച്ചു പോകുന്നേ. ഓ ഇന്ന് വരാനും മൂടില്ല, നമുക്ക് അടിച്ചേക്കാം. സത്യല്ലേ? പുള്ളിയുടെ കണ്ടുപിടിച്ച് വരുമ്പോ IP ഡ്രസ് ഒക്കെ തപ്പി പിടിച്ച് വരുമ്പോ ഇത് റാവോ തന്നെ. അയ്യോ സ്വന്തമായിട്ട് മറ്റേ ഇൻഡെഫിനിറ്റ് ബാനൊക്കെ ഇട്ടിരിക്കുന്നത്. സത്യം. അപ്പൊ പറഞ്ഞു വന്നത് ഇലക്ഷന്റെ കാര്യം.
കാസ്ട്രോ അല്ല എനിക്കിപ്പോ അതിലുള്ള പ്രതീക്ഷ അങ്ങ് പോയി. നീ എന്ത് എനിക്കാണെങ്കിലോ പറയാനാ? ഈ കാർലോയുടെ പേര് മറ്റേ പയ്യനുണ്ടല്ലോ കാസ്ട്രോ ഗെയിമിംഗ്, ഈ രണ്ട് പേരൂടെ ഭയങ്കരമായിട്ട് മാറിപ്പോകുന്നല്ലേ? മാറിപ്പോ തിരിഞ്ഞു പോയി എനിക്ക്. കാർലോ, ആ. അതായത് നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ 35 വോട്ടും നമുക്ക് തന്നെ വെളിയിൽ പോകരുത്. 35 പേര് സിറ്റിയിൽ കയറിയ 35 തരാം. 35 എന്റെ പേരെ പൊന്ന് കൊണ്ടുവരണം. കാർലോ, അന്ന് അത്രക്കുള്ള ബന്ധമുള്ള നമ്മളെ അമ്മി. അല്ല കേറ്റും. കാരണം 35 പേരെ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? 35 പേരെ കൊണ്ടുവരാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് നന്ദി നമുക്ക് വിളിക്കണം. സ്നേഹം മതി അത്രേ ഉള്ളൂ അല്ലേ കാർലോ? 35 പേരെ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ജോക്കി എണ്ണ നിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് അപ്പുറത്ത് ആരാ നിക്കുന്നത് പോലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞേ കേട്ടോ, ജോക്കി നിക്കുന്നുണ്ടെങ്കിൽ കാർലോ ഇത് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഇങ്ങനെ നിന്നാൽ ആ. കൈ കെട്ടി നിന്നാൽ തന്നെ ജയിച്ചു. കാർലോ അങ്ങനെ നിൽക്കണം കേട്ടോ. കാർലോ അല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പോ ഇതാവുന്നില്ല. ഇത് ഈ സാധനത്തിന്റെ പേര് ക്രോസാംസ് 3 പിന്നെ അപ്പാപ്പനും കൂടെ അങ്ങോട്ട് കൈയായിട്ട് നീക്കി. നമ്മൾ ചെറിയ ഇങ്ങനെ update നിന്നാ ഉണ്ട്. മാത്രം മതി, ജോക്കി ജയിക്കും. ജയിച്ചു. ജയിക്കും, അത് മതി. അതിന്റെ ആവശ്യമേ നമുക്ക് നിങ്ങള് ഉള്ളപ്പോ പിന്നെ നിങ്ങള് പക്ഷേ ഇലക്ഷൻ സമയമാകുമ്പോ നമുക്ക് കുറച്ച് ഫണ്ടിങ് ഒക്കെ വേണ്ടി വരും. ജോഡിയപ്പാ സെറ്റാക്കി സ്റ്റാഫ് ഗുരു ഈ സ്റ്റാഫ് ഗുരുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. എന്നാലും എത്രത്തോളം നമുക്ക് കിട്ടുന്നു അത്രത്തോളം നമുക്ക് ഈ പ്രചരണത്തിന് യൂസ് ചെയ്യാം. ഞാൻ ജോണിയപ്പാപ്പന്റെ സൈഡിൽ നിന്ന് 1000 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ഒന്നുമില്ല. സിമ്പിൾ അല്ലേ? നമ്മളിപ്പോ ഒന്നുമില്ലായ്മയിലാണ്. 1000 കോടി ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എനിക്ക് വേണ്ടി? അതുണ്ടാക്കാം. കേക്കയുടെ കാർലോടെ ഉണ്ടാവുമല്ലോ. കാർലോ ഞാൻ ഈ ഇങ്ങനെ എടുത്തിയടി ചെയ്യുന്നുണ്ട്. ഞാൻ പൈസ ഒന്നും സൂക്ഷിക്കാറില്ല. ഒക്കെ ജോണി അപ്പാപ്പന്റെ കയ്യിലാണ്. ഒരു മിനിറ്റ് വരെ പോയിട്ട് എന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് നിനക്ക് 1000 കോടി നിന്റെ എടുക്കാനില്ല. എന്റെ അക്കൗണ്ട് ബാലൻസ് ഞാൻ പറഞ്ഞു. എടാ നിനക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല അല്ലേ? ആ കണ്ണാപ്പിയുടെ ഗേൾഫ്രണ്ട് പറ്റിച്ച 10 കോടിയും പിന്നെ എന്റെ ഒരു കോടി മാത്രമാണ് എന്റെ കേട്ടോ. 11 കോടി ഉണ്ട്. എന്റെ ഒരു 25 കോടി ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് 32. പിന്നെ നേടാ വാസ്തു ഇല്ല, ഇവൻ ഇറക്കത്തില്ല ഇവൻ. സത്യം. എടാ കണ്ണാപ്പിയെ, കെവിയുടെ ഗ്യാങ് ഹൗസിലുണ്ട്. മര്യാദക്ക് ഇവിടെ വന്ന് റോൾ ഇറക്കാൻ നിന്ന ചെപ്പ അടിച്ചാ പൊട്ടിക്കും. മര്യാദക്ക് സംസാരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വാ. മര്യാദക്ക് മാന്യമായിട്ട് പറയട്ടെ, അതിനപ്പുറം അറിയാലോ. അതൊന്നും കാർലോ എന്നൊക്കെ പറയുമ്പോ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിയാലോ. അതെ അതെ അതെ, യൂട്യൂബിൽ കണ്ണാപ്പി വേഴ്സസ് കാസ്ട്രോ എന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം നിന്റെ അപരാധമൊക്കെ. അത് സെർച്ച് ചെയ്യുമ്പോ ബ്രാവോ ഗെയിമിംഗ് വേഴ്സസ് ഈഗിൾ ഗെയിമിംഗ് നോക്കരുത് കേട്ടാ. ജോക്കി പോയിട്ട് ബാസ്കറ്റ്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ജോക്കി ജയിച്ചു. മനസ്സിലായി. പിന്നെ ആരാണ് ജോക്കി? മേയർ ഇനി ജയിച്ചു. കാർലോ ആ വോട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. ഇത് സുമതയമായാണോ അതോ ആ പ്രതിമ ഇങ്ങനെ? ജോക്കി ഞാൻ പറയണ ഒരു കാര്യം, ജോക്കിക്ക് തെറ്റിദ്ധാരണ വരരുത്. ഞാൻ അതുകൊണ്ട് പറയുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജോക്കി, എലക്ഷൻ ആണ്, എന്തും സംഭവിക്കാം, എന്ത് അട്ടിമറികൾ സംഭവിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്യാങ് ഫണ്ട് എടുത്ത് വെച്ച് നമ്മൾ ഇതിനെ മൊത്തം സ്പെൻഡ് ചെയ്ത് അവിടെ ഇവിടെയും കുറിമാനവും കളവാണും ഈ പറയണ പോസ്റ്ററും എല്ലാം അടിച്ചിട്ട് ലാസ്റ്റിൽ നമ്മളെങ്ങാണോ അഥവാ തോറ്റാലും ജയിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കൈയിട്ട് വരാൻ ഒട്ടും സമ്മതിക്കത്തില്ല ഇവിടെ. ഞാൻ ജയിക്കണമെങ്കിൽ എന്റെ ഇലക്ഷന് ഞാൻ തന്നെ ഫണ്ട് സംഘടിപ്പിച്ചോണ്ട് നിങ്ങൾ വെറുകിടാവണ്ട. ജോക്കി, ഈ ഒരു സെന്റിമെന്റ്സ് എന്റെ അടുത്ത് പറയരുത്. എനിക്കത് കേൾക്കുമ്പോ വിഷമം വരും. സെന്റിമെന്റ്സ് അല്ല, 1000, 2000, 3000 കോടി ഞാൻ പറയണേ ജോക്കി, അങ്ങനല്ലേ പറയണേ. ഗ്യാങ് ഫണ്ടിൽ നിന്ന് എടുത്ത് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതിന് സിറ്റിയിൽ ഒരുപാട് വേദനിക്കുന്ന കോടീശ്വരന്മാരുണ്ട്. ഇഷ്ടം പോലെ കോടീശ്വരന്മാരുണ്ട്. ഈ കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ടും അവർക്ക് ഇവിടെ ബാർ നടത്താനും ഡാൻസ് ബാർ നടത്താനും ഒക്കെ ഉള്ള പെർമിഷനുകൾ നമ്മൾ അങ്ങ് ഗ്രാൻഡ് ചെയ്യുക. ജോക്കി മേയറായ പിന്നെ ഇവിടെ എന്തൊക്കെ ഒഴുക്കുമെന്നറിയോ ജോക്കിക്ക്? അതെ അതെ, അത് നമുക്ക് നോക്കാം. അതെന്തായാലും ഞാൻ അത് ശ്രമിക്കും. എസ്പെഷ്യലി സ്റ്റാഫ് ഞാൻ പിടിക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ശരിക്കും 35 70 ആണോ ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതില് 35 എണ്ണത്തില് 70 എണ്ണത്തിൽ 60 എണ്ണത്തിനും പെമ്പിള്ളാരുണ്ട്, ഇൻക്ലൂഡിങ് കാർലോ. അവരുടെ വോട്ട് കൂടെ ഒന്ന് കൂട്ടി അപ്പൊ എത്രയായി?
ആ കുടുക്കും എന്തിയെ പറഞ്ഞ കണക്ക് കുടുക്കുമല്ലോ പറഞ്ഞ കണക്ക് കുടുക്ക് വന്നിട്ടില്ല, 2 ദിവസം വന്നിട്ടില്ല. കുടുക്കിന്റെ വോട്ടൊക്കെ നോക്കിയാണല്ലേ. അതാ പറഞ്ഞേ അപ്പൊ തന്നെ അതിലെ പകുതി ആൾക്കാര് ഈ 60 പേര് കൂട്ടിക്കുക, 60-ൽ പകുതി സ്നൈപ്പിനും മന്ദാരത്തിനൊക്കെ 2 വെച്ചുണ്ട്. എങ്ങനെ കൂട്ടിയാലും ജോക്കി ഒരു കാര്യം വരുമ്പോ അത് കൊള്ളാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, ഇതല്ലേ ഞാൻ പറഞ്ഞ ജോക്കി. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എല്ലായിടത്തും പ്രേമിച്ചോളം കല്യാണം കഴിച്ചോളം പറഞ്ഞ് ഗ്രാൻഡ് ചെയ്യട്ടെ പെർമിഷൻ. വേണ്ട അത്രയും ഇങ്ങോട്ടൊന്നും വരൂ. ഈ തൽസ് അവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തോ കേട്ടില്ല. അല്ല ചവിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എന്റെ പെട്ടെന്ന് വന്നിട്ടൊന്ന് പോയെന്ന് എന്റെ ചവിട്ടും പെട്ടെന്ന് പോയിട്ട് വന്നു. ചാടി ഞാൻ അപ്പൊ എങ്ങനെ നോക്കിയാലും ജോക്കി നമുക്കൊരു 100 വോട്ട് കൺഫേംഡാ. മനസ്സിലായോ? 100 എന്തായാലും കിട്ടും. അല്ല 100 പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേംഡ് ഇത് കണ്ണടച്ചിട്ട് കിട്ടണ സാധനം. സത്യം. പിന്നെ നമ്മുടെ ബ്ലാക്ക് മാഫിയ ഉണ്ട്, ചില്ലറ പിള്ളേര് ഇവരെല്ലാരും ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും വോട്ട് എന്തായാലും കിട്ടും. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ജയിച്ചു. ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഞാൻ ജയിച്ചു. പിന്നെ അധികം ഫണ്ട് ഇറക്കേണ്ട ആവശ്യമില്ല. സത്യം. പക്ഷെ നമ്മള് ഫണ്ട് ഇറക്കേണ്ടത് എവിടെയാണെന്നറിയോ? നമ്മള് കുറച്ച് സിറ്റിയിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ജോക്കി ആയിരിക്കണം ഫുള്ള്. അതായത് പോസ്റ്റർ ഇത് അവിടെ ഇവിടെ ഭിത്തിയിലും ഈ ബീച്ചിലും മുതുക്കിലും എല്ലാം. മനസ്സിലായി. അഥവാ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരുത്തന്റെ പോസ്റ്റർ വന്നാലും അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ജോക്കിയുടെ പോസ്റ്റർ ഇട്ടിരിക്കുന്നു. ജോക്കിയുടെ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. കാരണം എടുത്തൊരു കാര്യം പറയാം. എലക്ഷൻ അനുബന്ധിച്ച് നമുക്ക് ഒരുപാട് വള്ളികൾ ബോണസ് ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ജോക്കിയുടെ പോസ്റ്റർ കരിവാരി തേക്കാൻ വരുന്നവന്മാരെ അടിക്കാം. പിന്നെ അപവാദങ്ങൾ പറഞ്ഞു വരുന്നവനെ അടിക്കാം. ഈ കരിവണ്ടിനെ ആരാണ് താഴോട്ട് പിടിച്ചോണ്ട് പോയി? താ നിൽക്കുന്നടാ പച്ച ചുരിദാർ വിട്ടുകൊണ്ട് ഇവനെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. വള്ളിയുടെ കാര്യം അതാ ഞാൻ പറഞ്ഞു വന്നേ. പോസ്റ്ററില് മണ്ണ് വാരി തേക്കുന്നവനെ അടിക്കാം. കുറെ അടി ഓപ്ഷൻസ് നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു മറ്റേ ഇലക്ഷൻ സോങ് പോലത്തെ ഒരു സോങ് ഇറക്കണ്ടേ? റെയ്നാർഡ് റോബിൻസൺ ഉണ്ട്, ആളെ പിടിച്ചാലോ? നല്ല പയ്യനാ. ടിവിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി തന്നായിരുന്നു പയ്യൻ. അത് ബ്ലോക്ക് ബസ്റ്റർ ആണ് കേട്ടോ. അത് കണ്ണാപ്പി അണ്ണോ എന്തുണ്ട്? എവിടെ പിന്നെ ഇപ്പൊ പറഞ്ഞോളൂ, പറഞ്ഞപ്പോഴേക്കും എത്തിന്ന് പറഞ്ഞു. ഇപ്പൊ പക്ഷേ കേരള പരസ്യം മാനത്തെത്താറല്ലേ? അങ്ങനല്ല. ആ പഴഞ്ചൊല്ലിൽ വേറൊരു ഇതേ പറയാം. എനിക്കിപ്പോ കേരളയുടെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. ഈ പുണ്ടച്ചിമ വന്നു അങ്ങനെ തന്നെയാണ് കേരള പറഞ്ഞത്. മനസ്സിലായോ? അതെനിക്ക് ഞാൻ അടുത്ത് നിൽക്കണോണ്ടാണ് തോന്നുന്നു. എനിക്ക് ആ ഷോൾഡർ വഴി പാസ് ചെയ്ത് കേട്ടത് ക്ലിയർ ആയിട്ട് എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോ എനിക്കത്. ഇവിടെ ഇപ്പൊ മറ്റേ ഇത് പറഞ്ഞല്ലോ, വള്ളികൾ ഇതേപോലെ വരും പറഞ്ഞോളൂ. അതെ പറഞ്ഞതേ ഉള്ളു. പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടില്ല, അപ്പൊ തന്നെ നിർത്തി നമ്മള് പള്ളിയൊക്കെ ഇപ്പൊ പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കലാണ് പരിപാടി. അതുകൊണ്ട് ഇപ്പൊ പഴയ ലഗസി ഒന്നും ഇല്ല. അവന് പെണ്ണോ ഏത് പെണ്ണ് കഷ്ടം. കാരണം അങ്ങനെയാണല്ലോ. ഇവിടെ ലോറ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടേ. ഈ കേവിയിൽ ആർക്കെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോറ എത്ര രൂപ കൊടുക്കണം കേട്ടാ? സുഖല്ലേ? സുഖം. എത്ര ആളെ കണ്ടിട്ട്? എത്ര ആളെ ഇപ്പൊ കാണാറില്ലല്ലോ. മുതുകി കാണുന്നില്ലേ? അതെ. ഇപ്പൊ കണ്ണാപ്പി എന്ത് പറ്റി? ലാസ്റ്റ് ഓസ്ട്രേലിയയിലാണ് നീ ഇവിടെ വന്നത്. ലാസ്റ്റ് ഓസ്ട്രേലിയയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ 2 സോറി പറയാനും ലാസ്റ്റ് 2 സിറ്റുവേഷന്. കണ്ണാപ്പി അണ്ണൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അണ്ണു എന്തോ ഒന്നുമില്ല. ഈ ഇലക്ഷൻ പ്രചാരണത്തിന് കണ്ണാപ്പി ആയിരിക്കുമല്ലോ ഇവിടെ? അല്ലല്ല ഇവനെ എന്തായാലും വിടത്തില്ല. ഇവനെ നമുക്ക് കിട്ടാനുള്ള വോട്ടുകളെല്ലാം പോകും. അണ്ണാ ഇവിടെ ആൾക്കാരെ കൺവിൻസ് ചെയ്തതിന് ഞാനേ ഉള്ളൂ. കാർലോനെ കൺവിൻസ് ചെയ്തതിന്റെ ക്ഷീണം നമ്മള് 2-3 മാസം അനുഭവിച്ചായിരുന്നു കേട്ടാ. പേയ്മെന്റ് പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. അത് പിന്നെ അങ്ങനെ ഏറി പോയി. അതുപോലെ പോയില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചിഹ്നം എന്താ? ചിഹ്നം നമുക്ക് ഈ നല്ലൊരു ചിഹ്നം സജസ്റ്റ് ചെയ്തടാ. ചിഹ്നം സജസ്റ്റ് ചെയ്യാനായിട്ട് ആന.
ആനയോ ആന വേണ്ട, ആന വേണ്ട, ആന വേണ്ട, ആന വേണ്ട, ആന വേണ്ട. ആനുണ്ട അത് ഇത് അവിടെ പരുന്ത് വെച്ചാലോ പരുന്ത് വേണ്ട, പരുന്ത് വേണ്ട, പരുന്ത് വേണ്ട, പരുന്ത് വേണ്ട, പരുന്ത് വേണ്ട. പരുന്തും വേണ്ട തോറ്റാതെ എന്നെ കൂടെ ബാധിക്കും. ശരിയാ ശരിയാ നമുക്ക് ഈ കൈപ്പത്തി വെച്ചാ കൈപ്പത്തി വെക്കണം. വേണ്ട, നമുക്ക് വേണ്ട. അയ്യോ, കൈപ്പത്തി പോവേ, കൈപ്പത്തിയൊക്കെ വെച്ച കൈപ്പത്തി പോവേ ഉറപ്പാണ്. അവര് കൊണ്ടുപോകും നാളെ ജാതകൊക്കെ മാറ്റി എടുത്തോണ്ട് പോവാം. സംശയമില്ല. ആ, അല്ല നാളെ ജാതക ആളെ ഫ്ലാറ്റ് ഒന്ന് എടുത്തോണ്ട് പോകും. ഞാൻ പറഞ്ഞ ഊത്ത് വെച്ചാലാണ് ഊത്ത് നിന്റെ അച്ഛനല്ല മത്സരിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നത്. വേണ്ടല്ലേ നല്ലായിരിക്കും ചിഹ്നം ഇലക്ഷൻ നല്ലൊരു ചിഹ്നം പറഞ്ഞടാ. അപ്പൊ ജോഡിയപ്പ ഒരു നല്ല ചിഹ്നം പറഞ്ഞു. തുറുപ്പ് ചീട്ട് ചീട്ട് ആ, തുറുപ്പ് ചീട്ട് നല്ലതാ കേട്ടോ. തുറുപ്പ് ചീട്ട്, അത് spade. തുറുപ്പ് ചീട്ട് അത് ഞാൻ പറയട്ടെ ജോക്കറിന്റെ ചീട്ട് ഞാൻ ജോക്കറിന്റെ അല്ലല്ല, ചീട്ട് അവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം ജോഡിയപ്പ. ഈ നമ്മള് ഈ കാർഡൊക്കെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാല് മാനിപ്പുലേറ്റ് ചെയ്യാനും ഇത് മറിക്കാൻ വേണ്ടിട്ട് വേറൊരു കാർഡ് ഇപ്പൊ നമ്മളിപ്പം എന്താ ഇതിപ്പോ ക്യൂനോ കിങ്ങോ അങ്ങനെ എന്തായാലും വെക്കുന്നെങ്കിൽ അവിടെ വേറെ കാർഡ് വെച്ച് വന്നാ ഈ വയസ്സായ ആൾക്കാരും കണ്ണു കാണാത്ത ആൾക്കാരും ഒക്കെ കണ്ണു കാണാതെ വന്ന് കുത്തിയ അതൊക്കെ ന്യായമായിട്ടുള്ളൊരു ന്യായമാണ്, കാര്യം ന്യായമാണ്, ന്യായമാണ്. മാറ്റി കുത്തിയാലും ചെയ്യും. ഇതൊക്കെ എന്നാ ആലോചിക്കണം. പിന്നെ ഈ ഉദിക്കുന്ന സൂര്യൻ ഇട്ടാലോ? അത് വേണ്ട. വസന്തം മതിയായിരിക്കും. ജോക്കി തിളങ്ങി നിക്കണം ജോക്കി, എന്തേലും കണ്ടു കഴിഞ്ഞാൽ അതേ കുത്തണം തോന്നണം. പച്ച കളറുള്ള ഒരു സംഭവം ഒരു കുപ്പി വെച്ചാലോ ഇറങ്ങി ജവാൻ അല്ല ഇപ്പൊ കേരള ഉടനീടെ ചക്കയാണ് ട്രെൻഡിങ്. വെച്ചാലോ ചക്ക പിടിച്ചോണ്ട് ഇതിന് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. ചക്കയാണ് കരട്ടുള്ള ചക്കയാണ് ട്രെൻഡിങ്. അതൊക്കെ ചെവി കൊടുത്ത് എൻകറേജ് ചെയ്ത് ചിരിക്കും. ഇവനെ സത്യം പറഞ്ഞോട്ടല്ലോ, ഇവനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. നമുക്ക് ചിഹ്നം പിന്നെ തീരുമാനിക്കാം, നമുക്ക് തീരുമാനിച്ച് സെറ്റാക്കാം. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പി ദൈവത്തെ ഓർത്ത് നമ്മളുടെ ഈ കൂടുതൽ പ്രചരണ സമയത്ത് ഒന്നും മുതല എങ്ങനെയുണ്ട്? മുതല ഇത് മുതലാവുന്ന എനിക്ക് തോന്നല്ല കേട്ടാ. മുതലല്ല കരിടോണയാ. ഉപദ്രവിക്കരുത് പ്ലീസ്. സാറ്റലൈറ്റിലെ കൊറേ പേരെ മറ്റേ ക്യാഷ്യൂ നട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടാ. ക്യാഷ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നമ്മള് നോക്കി മലയാളത്തിൽ പറയുമ്പോ ജോക്കിയുടെ അണ്ടി ചിഹ്നത്തിൽ അണ്ടിക്ക് കുത്തണം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. എന്റെ അണ്ടിക്കൊന്ന് വോട്ട് ചെയ്യണം. അണ്ടിക്ക് കുത്തണോ? എന്റെ അണ്ടിക്കൊന്ന് അണ്ടിക്ക് കുത്തണം. കുത്തണം. നിങ്ങൾ വോട്ട് ചെയ്യണം. എന്റെ അണ്ടിക്കൊന്ന് വോട്ട് ചെയ്യണം. അണ്ടിക്ക് കുത്തണോ? എന്റെ അണ്ടിക്കൊന്ന് അണ്ടിക്ക് കുത്തണം. എന്താണ്? ഹലോ നമ്മുടെ ചിഹ്നം അറിയാലോ, ജോക്കിയുടെ അണ്ടിക്ക് കുത്തണം. അണ്ടിക്ക് കുത്തണം. ദൈവത്തെ ഓർത്ത് എന്റെ അണ്ടിക്ക് കുത്തണം. ചന്ദ്രനെ പോലെ ഒറ്റ ബുദ്ധിയൊക്കെ ആണെങ്കിൽ അപ്പോഴേ കുത്തല്ലോ. അത് വേണ്ട ജോക്കി. നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അയ്യോ, അത് വേണ്ട. ക്യാഷ് വേണ്ട. വേറെ എന്താ? കുതിര ആയാലും ഇതിനല്ലേ കേട്ടോ. കുതിര അല്ലാണ് കേട്ടോ. എല്ലാം അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള അവർക്ക് ഒരു ഇതുള്ള അങ്ങനത്തെ ഒരു സാധനമാണ്. അതെ. ഒത്തിരി പഴഞ്ചനാവാൻ പാടില്ല. എന്നാ ഫുൾ ന്യൂ ജനറല്ലേ, എന്നാൽ ജെൻസി ഒക്കെ ഉണ്ട്, അവരെയാണ് വേണ്ടത്. അതെ, സത്യം. അതെന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ആലോചിച്ചെടുക്കാം. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണ്ട, ചാടി കയറി എടുക്കണ്ട. ഞാൻ പറയട്ടെ, കിടിലായിട്ടുണ്ട്. സിറ്റി കൂടുതലും പേര് കള്ളുപിടിക്കലാണ്. ഒരു മദ്യത്തിന്റെ പേരും കിട്ടാലോ? വേണ്ട. സിറ്റിയിൽ കുടിക്കാത്തവരുണ്ടാവും. നമ്മള് സമൂഹത്തിന് വേണ്ടിയാണ് ഇറങ്ങണത്, അല്ലാതെ സമൂഹത്തിനെതിരെയല്ല. ജയിച്ചു കഴിഞ്ഞിട്ട് കിടിലോട് ചെമ്പരത്തി വീണ്ടും ഞാൻ പറഞ്ഞല്ല മത്സരിക്കുന്നത്. നീക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ല കണ്ണാപ്പി നിനക്ക്. നമ്മൾ ഈ പ്രചരണത്തിൽ പോയിട്ടില്ലേ? അത് നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം ജോക്കി. നമുക്ക് ആലോചിക്കാം. തുണ്ട് സൂണനോ? തണ്ടർ സൂണൻ. ഒരു മിനിറ്റ്, ആ പുള്ളി ഞാനൊന്ന് വിളിച്ചോട്ടെ. ഡയമണ്ട് ഗണ്ണ്. പക്ഷെ ഗണ്ണൊക്കെ വയലൻസ് ആയി ആലോചിക്കാനാണെങ്കിൽ സജഷൻ പറ. നല്ല സജഷൻ പറ. ഒരു കാര്യം പറയട്ടെ, തോറ്റുള്ള അവസ്ഥയൊക്കെ ചിന്തിച്ച് കണ്ണൂര് പുറത്തിറക്കി കിടക്കാൻ പറ്റുമോ? അതോ ഒന്ന് ആലോചിച്ചിട്ട് തോറ്റ് കണ്ണു നാളെ തല മുണ്ടൊക്കെ ഇട്ട് കിടക്കേണ്ടി തോക്കത്തൊന്നുമില്ല. അത് അണ്ണന്റെ ഓറ അറിയാലോ. പക്ഷെ തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാ ഇല്ല, അതെന്തായാലും നാളെ CSK തന്നെ ജയിക്കുള്ളൂ. അത് പിന്നെ CSK അല്ല വേറെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം ചെയ്യട്ടെ.
ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നതോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ജോക്കി അല്ല, ഞാൻ ജയിക്കണ്ടെന്ന് എന്തെങ്കിലും തോന്നലുണ്ടോ? തിരി നോക്ക്, എന്നെ നോക്ക്. നിന്നെ നോക്കിട്ടിരിക്കുമല്ലേ പറ. ജോക്കി ജയിച്ചു ഓൾറെഡി. അല്ല, ഞാൻ ഈ കണ്ണാപ്പിനെ ഇങ്ങോട്ട് വിളിച്ച് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എന്തോ? ഇത്രയും കീടാണ് പിടിച്ച് കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? ഈ ഗ്യാങ്ങിലെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അവൻ റേഡിയോയിൽ വന്നപ്പം ബാക്കി നമ്മൾ 4 പേര് ഇവിടെ നിൽക്കുന്നു. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേണ്ട ആവശ്യം എന്തായിരുന്നത്? എന്തെന്തിനും സംസാരിച്ചോണ്ടിരുന്നത്? CSK RCB മാച്ച്. CSK ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്തിരുന്നു. തണ്ടർ സുഗുണൻ കണ്ടിട്ട് തുണ്ട് സുഗുണൻ എന്ന് വായിച്ചത്. കോമഡി ഓർക്കുന്നുണ്ട്. ശരിങ്ങടാ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ ഓർത്ത് അവനെ ഇതിനകത്ത് ഇടപെടുത്തരുത്. മനസ്സിലായി? നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. ചിരിച്ചോണ്ടിരിക്കുന്നു. നിർത്ത് മതി. ഹലോ, ചിരിക്കുവാന്നോ? ഒന്ന് അവനെ ഇനി കൺസിഡർ ചെയ്യില്ല കേട്ടോ, പ്ലീസ്. കണ്ണാപ്പി നമ്മൾ കൺസിഡർ ചെയ്യണില്ല ജോക്കി. ഞാൻ എന്തിനാ സത്യം പറഞ്ഞ അവന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചെന്ന് അറിയോ? എലക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ എല്ലാവിധ ആൾക്കാരുടെയും ബീറ്റ് അറിയണം. ലോ ക്ലാസിന്റെ കാര്യം അഭിപ്രായം അവന്റെ കാര്യത്തിൽ സൈഡിൽ നിന്ന് അറിയണ്ടേ നമുക്ക്? അതെ. അവനെ പോലത്തെ കള്ളനും പിടിച്ചു പറിക്കുന്നവന്മാർക്കും എന്താ ആവശ്യം എന്നൂടെ നമ്മൾ അറിയണ്ടേ? അതാവശ്യം അറിയണം. പക്ഷെ വിളിച്ചത് ദൈവത്തെ ഓർത്ത് ഈ സീരിയസ് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. കാര്യമായിട്ട് പറയുക. ഇല്ല, ഉറപ്പായിട്ടും എന്നെ കൊണ്ട് വെറുതെ ഇത് എടുപ്പിക്കരുത്. അപ്പൊ വേണ്ട കേട്ടോ, വലിയ ബന്ധമൊന്നും വേണ്ട. ആക്ച്വലി വേണ്ട. അവനുമായിട്ടൊന്നും വലിയ ബന്ധം നിർത്തണ്ട. മനസ്സിലായി? ഗാങ്ങിൽ നമ്മൾ കേട്ടിയത് അബദ്ധം. ജോക്കി എന്നോട് 2 ആഴ്ച ഉണ്ടായിരുന്നാണ് അവനെ ഗ്യാങ്ങിൽ എടുത്തതിന് ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഇപ്പോഴും അതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നേ. സീരിയസ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് മാത്രമേ ഉള്ളൂ. ഇത് എന്താണ് കണ്ണാപ്പി ടിവിയിൽ എടുത്തതിന് ജോക്കി എന്നോട് 1 ആഴ്ച മിണ്ടാതിരുന്നു. മെസ്സേജ് ഒക്കെ അയക്കാതെ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ട് പോയി. കാർലോ എന്തായാലും നമ്മൾ ജയിക്കും കാർലോ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ വോട്ട് അട്ടിമറി വല്ലതും നടക്കണം. അട്ടിമറിക്കാനായിട്ട് ഇവിടെ അണ്ണു വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാണ് ഇവിടെ വേറെ ഓപ്പോസിറ്റ് ചെയ്യാറുള്ളത്? കാർലോ ഉണ്ട്. ഇത്രയും ഞാനൊരു കാര്യം പറയാം. നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരോടും ഒത്തുചേർന്നാൽ എന്ത് ചെയ്യും? ഒത്തുചേർന്നാ മറ്റേ ഹലോ ഹലോ, ഇത് വാസുബ്രോ അല്ലേ? അതെ, വാസുബ്രോയാണ്. നമ്മള് ഗാഗോസ് കാണാൻ പറ്റുമോ? ഓ, ഗ്യാങ്ങോസ് അവിടെ തന്നെ ഉണ്ട്. ഗ്യാങ്ങോസ് കയറി കണ്ടോ? കണ്ടോല്ലേ? കുഴപ്പമില്ലല്ലോ. ഇല്ല, ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാ പരന്തോസ് പറഞ്ഞിട്ട് കയറിയാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അണ്ണാ പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കാർലോ വരുന്നുണ്ടോ നോക്കണം. എന്താണ് കേറി സെർച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കട്ടെ. അത് ഞാൻ കാണും കേട്ടാ. തട്ടി നീക്കലടാ, മാറിയില്ലടാ. പറയട്ടെ. പെൺപിള്ളേരുടെ കേട്ടാ, ചാനലേട്ടാ. പിള്ളേരെ എല്ലാം മൊത്തം